ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ബട്ടർ പനീർ മസാല ഗ്രേവി ഉണ്ടാക്കട്ടെ. അടിപൊളി സെറ്റ് രുചിയിട്ടതിന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയോ എന്താ എനിക്കറിയില്ല. ഇതേ നമ്മളിന്ന് പനീർ മസാല ഗ്രേവി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതേ നല്ല മഴയായിരുന്നു. ആ മഴയൊക്കെ മാറിപ്പോൾ നല്ല വെയിലരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ കടയിൽ നിന്ന് പനീർ വാങ്ങിച്ചതാട്ടെ. പനീർ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അതൊരു 250 ഗ്രാം പനീറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബട്ടർ പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. സെറ്റ് ടേസ്റ്റാണ്. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, വെള്ളപ്പം, നൂൽപുട്ട്, എല്ലാവിധ ഫുഡ് ഐറ്റംസൊക്കെ നമുക്കിത് അടിപൊളി ടേസ്റ്റായിട്ട് ഇത് വെച്ചുണ്ടാക്കിയാൽ നെയ്ച്ചോറുക്ക് പറ്റും, അതുപോലെ സാദാ ചോറുക്ക് പറ്റും, എല്ലാത്തിനും നമുക്ക് പറ്റും. അപ്പോൾ നമ്മളെങ്ങനെ മേക്ക് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ് ഇട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണേ. 2 വലിയ തക്കാളി ഇട്ടാ, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 തക്കാളി വരെ മുറിച്ചെടുത്തിട്ടാ. ഇതിലേക്ക് നമ്മൾ ഒരു വറ്റൽമുളക് വലുതാണ് നമ്മൾ ഇടുന്നത്. ഒരു വറ്റൽമുളക് ഇടുന്നത് നല്ല എരിവുള്ളതായതുകൊണ്ട് നിങ്ങൾ കാശ്മീരി ചില്ലി ഒക്കെ ആണെങ്കിൽ, കാശ്മീരി മുളകൊക്കെ ആണെങ്കിൽ ഒരു 3-4 മുളകൊക്കെ നല്ല കുതിർത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരായിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്കൊരു ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾക്ക് ഇട്ടെടുക്കാവുന്നതാണ്. ഇത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നീട് നമുക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ചെറിയ ജീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ പൊടിക്കാത്ത ചെറിയ ജീരക ചേർക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂണാണ് ഞാൻ ചെറിയ ജീരകം ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണുണ്ട്. കുറച്ചേ ഉള്ളൂ അളക്കില് പാത്രത്തിൽ. അപ്പോൾ മൊത്തത്തിൽ ഇട്ടുകൊടുത്തതാണ്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു 8 കാഷ്യൂനട്ടാണ് നമ്മൾ കുതിർത്ത് വെച്ചതാണ് ഞാൻ. അത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ഈ അരച്ച ഫൈൻ പേസ്റ്റ് നമുക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പാനിലോട്ട് ബട്ടറാണ് കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബട്ടർ ആഡ് ചെയ്യണ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു 2 ടേബിൾ സ്പൂണോരം കസ്തൂരി മേത്തി ഇട്ട് കൊടുത്ത്. കസ്തൂരി മേത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. കസ്തൂരി മേത്തി നല്ലൊരു ഫ്ലേവറും നല്ലൊരു ചുവയൊക്കെ കിട്ടും. അപ്പം നമ്മൾ കസ്തൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പൊടികളുടെയും കസ്തൂരി മേത്തിൻ്റെ ഒക്കെ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമ്മളൊന്ന് ഈ മിക്സിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പനീർ ഇട്ട് കൊടുക്കണം കേട്ടോ. ബട്ടറിലാണ് എപ്പോഴും പനീർ ടേസ്റ്റ്. നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലൊന്നും ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2-3 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് കുക്കാവണം. ഓവർ കുക്കായാൽ പനീർ ഓവർ ടെമ്പറായിരിക്കും, നല്ല വേവായി നല്ല ഹാർഡായിരിക്കും. അപ്പോൾ 3-4 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ പനീർ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. 3-4 മിനിറ്റാണ് കേട്ടോ നമ്മളത് വേവിച്ചത്. അതേ പാനിൽ തന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബട്ടർ കുറവായ കാരണം കൊണ്ട് ഞാനിവിടെ ഓയിൽ ഒഴിക്കണത്. ഓയിൽ ഒഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കരുത്, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിൽ, ഒലീവ് ഓയിൽ, പിന്നെ മറ്റുള്ള ഓയിലുകളൊക്കെ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ബട്ടറാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണ് നല്ലതാണ്. ബട്ടർ പനീർ മസാലയാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മളിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തത്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇത് നമുക്ക് ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകവും, 3 ഗ്രാമ്പു, 2 ഏലക്ക, പട്ട എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് എണ്ണയിൽ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പച്ച റോ ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ 2 വലിയ സവാള ചെറുതാക്കി പൊടിയായി അരിഞ്ഞത് ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ അതിലോട്ട്
വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേ. 4-5 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം, വെളുത്തുള്ളി വേവൊന്നും വേണ്ട കേട്ടോ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നല്ലവണ്ണം വാടിയ ഉള്ളിയിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച് തക്കാളിയുടെയും മറ്റുള്ളതിനെല്ലാം കൂടി പ്യൂരി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറണ വരെ ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കട്ടെ. അതിലേക്ക് നമുക്ക് നല്ലവണ്ണം എണ്ണ തെളിയണ വരെ നമ്മളത് ഇളക്കി വേവിച്ചതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് പനീർ അതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. പനീർ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതാണല്ലോ, അപ്പോൾ ആ പനീറും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് തിക്ക് ഗ്രേവി ആക്കി എടുക്കാം. എന്നാലും കുറച്ചും കൂടെയൊക്കെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നാലും ഇത് കുറുകി വരും. നമ്മുടെ മിക്സിയൊക്കെ നല്ലവണ്ണം ഒന്ന് ചുഴറ്റിയിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ഞാൻ ഇത്തിരി കൂടി ചേർത്തിട്ടുണ്ട്, നല്ല തിക്കാണ് ഗ്രേവി. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമ്മളതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പനീറും ഗ്രേവിയും കൂടി ഒരു 10 മിനിറ്റ് നമുക്ക് വെന്ത് ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് മിക്സായി വെന്തതിന് ശേഷം നല്ലോണം ഒന്ന് അതിൽ സെറ്റ് ആവണം. വെന്തിട്ട് 10 മിനിറ്റ് നമ്മൾ ഗ്യാസിൽ വെക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇതിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ അവനവൻ്റെ പാകത്തിന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, വേണമെങ്കിൽ നേരത്തെ ഇത്തിരി ചേർക്കായിരുന്നു. പനീർ ഇളക്കുമ്പോൾ ഫസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നല്ല വെന്ത ഗ്രേവിയിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില, 1 പിടി മല്ലിയില നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിതിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില മാത്രം മതി, പുതിന വേണ്ട. ഇങ്ങനെ നമ്മുടെ പനീർ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ട, പത്തിരി, നൂലപ്പം, നാന്, പൂരി, പിന്നെ എല്ലാ ഐറ്റംസ്, നെയ്ച്ചോറ്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസിലോട്ടും വെറും ചോറിലോട്ടും പറ്റൂട്ടോ. നമ്മുടെ ഈ ഗ്രേവി സെറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ പനീർ മസാലയ്ക്ക്. കഴിക്കാത്തവരൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പം അതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് എനിക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.